ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കരിമീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കരിമീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഞാൻ 2 കരിമീനാണ് പൊള്ളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാനിപ്പോൾ മസാല റെഡിയാക്കുന്നുള്ളൂ. ഈ പൊടികളൊക്കെ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മസാലയാണ് കരിമീനിൽ തേച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കരിമീന് വേണ്ടി മാത്രമുള്ള മസാലയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കരിമീൻ അനുസരിച്ചിട്ട് മസാലയുടെ അളവിലും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ കരിമീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. കരിമീൻ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാല കരിമീനിലേക്ക് തേച്ച് കൊടുക്കണം. പൊള്ളിക്കുമ്പോഴത്തേക്കിനും ആദ്യമേ വരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് പൊള്ളിക്കുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ ആദ്യം ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം മീനിലേക്ക് മസാല പുരട്ടി കൊടുക്കാൻ. ഇത് നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മസാല തേച്ച് കൊടുക്കുന്ന പോലെ മീനിൻ്റെ വരഞ്ഞതിലും പിന്നെ മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലുമൊക്കെ നന്നായിട്ട് തന്നെ ഈ മസാല തേച്ച് കൊടുക്കുക. ഇങ്ങനെ 2 മീനിലും മസാല തേച്ചിട്ട് നമുക്ക് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 മീനും ആദ്യമേ ഞാൻ മസാലയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ 2 മീനിലും മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഈ മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ മീൻ വെച്ചിട്ട് നമുക്ക് ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചത്, പിന്നെ ഒരു പച്ചമുളക്. ഈ പച്ചമുളക് ഞാൻ ഒന്ന് ഒടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കരിമീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണം. ഇപ്പോൾ ഞാൻ ഈ 2 മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇപ്പോൾ ഈ മീനിൻ്റെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മീനൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യമേ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണയുടെ തെളിഞ്ഞ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ എണ്ണ യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 3 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ആയതുകൊണ്ടാണ് സവാളയൊക്കെ ഇപ്പോഴേ കളർ ചേഞ്ച് ആയത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരുന്ന മസാലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവോള വഴന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മസാലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കാണ് ഇതിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്.
ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ. എങ്കിൽ മാത്രമേ നമ്മുടെ മീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചാൽ മതി. അതിനുശേഷം ഇത് തുറന്നിട്ട് അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ പതിയെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വാഴയിലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ മീൻ പൊള്ളിക്കുന്നതിനായിട്ട് 2 വാഴയില എടുത്തിട്ടുണ്ട്. ഒരു വലിയതും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയതും. ഈ വാഴയില രണ്ടും ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തേക്കുവാണ്. ഈ ചൂടിന് മുകളിൽ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. കാരണം വാഴയില അല്ലാന്നുണ്ടെങ്കിൽ കീറിപ്പോവും. അതുകൊണ്ടാണ് വാട്ടിയെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് വലിയ ഇലയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഇലയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കവർ ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ വലിയ ഇല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പെട്ടെന്ന് കവർ ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ഇലയുടെ നടുക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല വെച്ച് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നും വെക്കണ്ട, 1 സ്പൂൺ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എല്ലാ സൈഡിലോട്ടും ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ മസാലയ്ക്ക് മുകളിലാണ് നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇലയിൽ മസാല വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ വെച്ച് കൊടുക്കാം. ഈ മീൻ വെച്ച് കൊടുത്തിട്ട് ഈ മീനിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും 1 സ്പൂൺ മസാലയും കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മസാല വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തി മീനിൻ്റെ എല്ലാ സൈഡിലോട്ടും ഒന്നാക്കി കൊടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ മീനിൻ്റെ മുകളിൽ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്തതും അതുപോലെ ഒരു സവാള വട്ടത്തിൽ മുറിച്ചെടുത്തതും പിന്നെ ഒരു പച്ചമുളക് കീറിയതും വെച്ച് കൊടുക്കുന്നുണ്ട്. മീൻ പൊള്ളിച്ചത് തുറന്നെടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വലിയ ഇലയൊക്കെ എടുത്തേക്കുന്നത് കൊണ്ട് ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു വാഴനാര് കൊണ്ട് തന്നെ കെട്ടിവെക്കാം. ഇപ്പോൾ ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞ് അതുപോലെ വാഴനാര് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന വാഴനാര് നമുക്ക് മുറിച്ച് കളയാം. വാഴയില കുറച്ച് വലിയ ഇല എടുത്തതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ എണ്ണ ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു 5 മിനിറ്റ് ഒരു സൈഡ് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയാവും. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് 2 സൈഡ് ഞാൻ തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. മീൻ പൊള്ളിച്ചത് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിരുന്ന ഇലയൊക്കെ പതിയൊന്ന് തുറന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ കരിമീൻ പൊള്ളിച്ചതൊക്കെ ചെറിയൊരു ചൂടോടുകൂടി തന്നെ കഴിക്കണം, എങ്കിലായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക. താങ്ക്